അർപ്പിക്കാം. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാൻ മാലാഖമാരുടെ തങ്ങി സ്തുതിക്കുവാനും ശക്തരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും കരുണയമങ്ങേ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമനിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും മനവ്യൻ ഭവനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ തലമുറ തലമുറയോടെന്നും തവ ധർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ ശബ്ദത്തിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ
ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപീഠം അതിനുള്ളിൽ പ്രതീക്ഷിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാർ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപീഠത്തിന് മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുമ്പിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ശാളനപാത്രം വെച്ച് അതിന് വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്ങനെ ഒരുക്കി അങ്ങനെ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേകിക്കാം. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കാം. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേകിച്ച് ശുദ്ധീകരിക്കാം. ബലിപീഠം അതിവിശുദ്ധമാകും. ശാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേകിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ.
അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അംഗീകാരം അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേകിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതനെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപുരോഹിതത്തിൽ ഭാഗഭാഗമാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. സഹോദരരെ, പൗലോസ്യ എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 8 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഇതുവരെ പ്രതിപാദിച്ചതിന്റെ മുഖ്യ പ്രമേയം ഇതാണ്: സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെ മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. എന്തെന്നാൽ ഓരോ പ്രധാന പുരോഹിതനും കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ സമർപ്പിക്കുന്നവർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല. സ്വർഗീയ സ്ഥലത്തിന്റെ സാദൃശ്യത്തെയും ആദ്യ മാതൃകയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവന്റെ ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തരുന്ന മാർഗം അനുസരിച്ച് എല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ മിശിഹ കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നു. അതുപോലെ മുമ്പിലത്തേതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും അവൻ നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്.
അനന്തരം ഈശോ അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. ഈശോയെ കുറ്റം ആരോപിക്കണം എന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരുണ്ട് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തതായി? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖപ്പെട്ട് മറ്റേ കൈ പോലെയായി. ഈശോമിശിഹായേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ബലിയല്ല കരുണയാണ് പ്രധാനപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുന്ന വചനഭാഗം ഇന്ന് മത്തായി സുവിശേഷകൻ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. പള്ളിക്കുദാശകാലം 2ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ സമാധാനീയരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കരുണയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭാമാതാവ് നൽകിയിരിക്കുന്നത്. ഒരു നാട്ടിൽ ശ്രീബുദ്ധന്റെ പേരിലുള്ള ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആ ബുദ്ധന്റെ പേരിലുള്ള ആശ്രമത്തിൽ ഒരു രാത്രിയിൽ, നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ, ഒരു സന്യാസി യാത്ര കഴിഞ്ഞ് നടക്കുകയാണ്. അവിടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ പുരോഹിതനുണ്ട്. വാതിൽക്കൽ മുട്ടിയപ്പോൾ പുരോഹിതൻ വാതിൽ തുറന്നപ്പോൾ സന്യാസി അദ്ദേഹം ചോദിച്ചു, ഇന്ന് രാത്രിയിൽ ഇവിടെ തല ചായ്ക്കുവാനായിട്ട് എനിക്ക് ഒരു മുറി തരും. ഇങ്ങനെ പുരോഹിതൻ, നമുക്കറിയാം അത് ഏത് ആശ്രമമായിക്കൊള്ളട്ടെ, ബുദ്ധന്മാരുടെ ആയിക്കോട്ടെ, ജൈനന്മാരുടെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനികളുടെ ആയിക്കോട്ടെ, ആരുടെയും ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുറി തുറന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പുരോഹിതൻ മുറി തുറന്നു കൊടുത്തു. ഈ സന്യാസി മുറി ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയിൽ ചെന്ന് അവിടെ വിശ്രമിക്കുവാനായിട്ട് എല്ലാം പ്രിപ്പയറായി. രാത്രിയിൽ എന്തോ കത്തുന്ന ഒരു മണം വന്നു, എന്തോ എരിഞ്ഞമരുന്ന മണം വന്നപ്പോഴേക്കും പുരോഹിതൻ ചെന്ന് ഈ മുറിയിൽ ചെന്ന് നോക്കി. മുറി തുറന്നു നോക്കിയപ്പോൾ ആ മുറിയിൽ ശ്രീബുദ്ധന്റെ ഒരു തടി കൊണ്ടുള്ള രൂപമുണ്ടായിരുന്നു, പ്രതിമ. ആ പ്രതിമ വെട്ടിക്കണ്ടിച്ചിട്ട് ഈ സന്യാസി അത് കത്തിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തീ കായുകയാണ്. ഇത് കണ്ട പാടെ പുരോഹിതന് ഭയങ്കര അധികം ദേഷ്യം. അദ്ദേഹം ക്രുദ്ധനായി ചോദിച്ചു, നിങ്ങൾ എന്ത് വെട്ടിത്തരമാണ് മനുഷ്യർ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങൾക്ക് താമസിക്കുവാനായിട്ട് മുറി തന്നത് ഈ ബുദ്ധന്റെ പേരിലുള്ള ആശ്രമത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെയുള്ള ദൈവത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ അദ്ദേഹത്തെ വെട്ടി നശിപ്പിച്ച് തീയിലിട്ട് കത്തിക്കുകയാണ്. ഈ സന്യാസി അത് കേട്ടിട്ട് തീക്കകത്ത് കമ്പിട്ട് കുത്തിയിട്ട് നോക്കി. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാം, ബുദ്ധന്റെ എല്ല് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തപ്പുകയാണ്. ബുദ്ധന്റെ എല്ല് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തപ്പുകയാണ്. അപ്പോൾ പുരോഹിതന് ഇത് കേട്ടപ്പോൾ ദേഷ്യം ഒന്നുകൂടി കൂടി. ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പുരോഹിതൻ ആശ്രമ ശ്രേഷ്ഠന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഇപ്രകാരം ഞാനൊരു വ്യക്തിക്ക് മുറി തുറന്നു കൊടുത്തു. ആ മുറിയിൽ ഈ വ്യക്തി കയറിയിട്ട് ബുദ്ധന്റെ രൂപം വെട്ടിക്കണ്ടിച്ച് തീ കത്തിച്ച് തീ കായുകയാണ്. ഉടനെ ആ ആശ്രമ മഠാധിപൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ മരിക്കുന്ന ബുദ്ധനേക്കാൾ ജീവിക്കുന്ന ബുദ്ധന് പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ മരിക്കുന്ന ബുദ്ധനേക്കാൾ, മരിച്ച ബുദ്ധനേക്കാൾ ജീവിക്കുന്ന ബുദ്ധന് പ്രാധാന്യം കൊടുക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സുവിശേഷ ഭാഗവും ഇതുപോലെയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരിയധികം പ്രാർത്ഥനകൾ ചെയ്യും, ഒത്തിരിയധികം ബലികൾ അർപ്പിക്കും, ഒത്തിരിയധികം അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കും. പക്ഷേ കരുണ എന്ന് പറയുന്ന ആ ചിന്ത, അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്ന വികാരം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഈ ഞായറാഴ്ച ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന കരുണയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്കുള്ള വിഷയമായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ജീവിതത്തിൽ
കരുണയുണ്ടാകണം. അധരം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമാണ് കരുണ കാണിക്കേണ്ടത് എന്നുള്ളത് വചനഭാഗത്തിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ സാപത്തിൽ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു 39 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്രകാരം അതിൻ്റെ അകത്ത് വരുന്ന ഒരു 2-3 കാര്യങ്ങളാണ്: മെതിക്കുക, കൊയ്യുക, ഭക്ഷണം പാകം ചെയ്യുക. മെതിക്കുക, കൊയ്യുക, ഭക്ഷണം പാകം ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത 39 കാര്യത്തിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫരിസേയരുടെ ചോദ്യം ശിഷ്യന്മാരെ ഒത്തിരിയധികം അലട്ടി. ഫരിസേയർ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ എന്നുള്ളത്. ഈ 39 കാര്യത്തിൽപ്പെട്ട 3 കാര്യങ്ങൾ ഇവർ ചോദിക്കുമ്പോഴേക്കും ശിഷ്യന്മാർ തലതാഴ്ത്തി നിൽക്കുമ്പോഴാണ് ഈശോ അതിനുള്ള മറുപടിയുമായിട്ട് കടന്നു വരുന്നത്. ഈശോ പറയുന്നു, 7-ാം ദിവസം എന്ന് പറയുന്നത്, സാബത്ത് എന്ന് പറയുന്നത് കരുണയുടെ ദിവസമാണ്. കരുണയുടെ ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസം അധ്വാനിച്ച ഒരു മനുഷ്യൻ റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് 7-ാമത്തെ ദിവസം. 6 ദിവസം അധ്വാനിച്ചിട്ട് അവൻ റെസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഈ 6 ദിവസവും എനിക്ക് അധ്വാനത്തിനായിട്ട് നൽകുകയും എനിക്ക് അതിനായിട്ടുള്ള ആരോഗ്യം നൽകുകയും എനിക്ക് അതിനായിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുകയും ചെയ്ത ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും അതോടൊപ്പം വിശ്രമം എടുക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ഈ 7-ാമത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഈ 7-ാമത്തെ ദിവസം കരുണ കാണിക്കേണ്ട ദിവസമാണ്. കാരണം ഈ 6 ദിവസം ദൈവം നമുക്കായിട്ട്, നമുക്ക് വിശ്രമമില്ലാതെ ജോലി ചെയ്യുവാനായിട്ടും നമ്മളുടെ വയറ് നിറയ്ക്കുവാനും നമ്മുടെ ജീവിതത്തിനുമായിട്ട് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ 7-ാമത്തെ ദിവസം നമ്മൾ അതിൽ നിന്ന് ലഭിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കരുണ കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ളത് വചനം അപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹോസിയായുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ തന്നെ ഈ വാക്യം എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത് ഈശോ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്നേഹമുള്ളവരെ, ഈ ബലി അർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ ക്രിസ്തു കാണിച്ചു തന്ന കരുണ സ്വായത്തമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കരുണ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന്. കുടുംബങ്ങളാണ് അതിന്റെ ഈറ്റിനങ്ങൾ. കരുണ അഭ്യസിപ്പിക്കേണ്ട സ്ഥലങ്ങൾ കുടുംബങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അത് അഭ്യസിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് 2 ചോക്ലേറ്റ് കിട്ടി, അല്ലെങ്കിൽ 1 ചോക്ലേറ്റ് കിട്ടി, അതിന്റെ പകുതി എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട്, പങ്കുവയ്പിന്റെ ഒരു മനസ്സ് കാണിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കരുണ അഭ്യസിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പങ്കുവയ്പ്പിക്കേണ്ടതിന്റെ ആവശ്യകത പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു മിഠായി കിട്ടി, മിഠായി ആരെങ്കിലും ചോദിച്ച ഉടനെ വായിലേക്ക് എടുത്തിട്ടു, അല്ലെങ്കിൽ അതിൽ തുപ്പിയിട്ട് ഇനി തരാം എന്ന് പറയുന്ന കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കരുണ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം, ഒരു പദ്യം നിങ്ങളുടെ മുൻപിൽ എടുത്തു വയ്ക്കുകയാണ്. സച്ചിദാനന്ദ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു ഏകദേശം ഒരു രൂപ ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നു, ദൈവത്തിന് അബദ്ധം പറ്റിയത് 6-ാം ദിവസത്തിലെ സൃഷ്ടിയിലാണ്. ദൈവത്തിന് അബദ്ധം പറ്റിയത് 6-ാം ദിവസത്തെ സൃഷ്ടിയിലാണ്. 6-ാമത്തെ ദിവസം ആരെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചു. കാരണം മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം വിനയമില്ലാതെ പ്രാർത്ഥിക്കുന്നവൻ. അതിന് അബദ്ധമാണെന്ന് പറയാൻ കാരണം വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ഒരു മൃഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് അന്ന്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ശരിയായിരുന്നു അത്? അദ്ദേഹമായി എഴുതി വച്ചിരിക്കുന്നത് ഏകദേശം ശരിയാണോ എന്നെനിക്കും സംശയമുണ്ട്. കാരണം വിനയമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വിനയമുണ്ട്. ഡു ഐ ഹാവ് ഹ്യൂമിലിറ്റി, meekness towards God when I pray? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് വിനയമുണ്ട്. ദൈവത്തോട് ഒരു വിനയം അല്ലെങ്കിൽ ആ മിതത്വം കാണിച്ചുകൊണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? രണ്ടാമതായിട്ട് ചോദിക്കുന്ന കാര്യം,
പ്രണയമില്ലാതെ പ്രാപിക്കുകയും അത് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. മൂന്നാമത്തെ ചോദ്യം, തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് 6-ാം ദിവസം. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ മാറ്റിക്കൊണ്ട് നല്ലൊരു ജീവിതം, നമുക്ക് എല്ലാവർക്കും നന്മ കൊടുക്കുന്ന, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന, എല്ലാവർക്കും കരുണ കൊടുക്കുന്ന, എല്ലാവരെയും സ്നേഹത്തിൽ വളർത്തുന്ന ഒരു ജീവിതം സ്വായത്തമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗ്യമാത്രത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മാത്രത്തിൽ ഞങ്ങളെ പങ്കാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം അനുസരിച്ച് സഭയെ നിരന്തരം വസിച്ചുകൊണ്ട് അവിടെ നിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ചരിത്രത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പ്രസിദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് സുമിത്രാപുരത്തായും ഞങ്ങളുടെ വൃദ്ധാശ്രമ പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മല ഉപയോഗിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്ന മാത്രത്തിൽ ഞങ്ങളെ പങ്കാരാക്കുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഭവിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദവും നിന്നെ രക്ഷകനായി ഏറ്റുപറയാനും നിന്നിൽ വിശ്വാസ സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന് സുരൂപകവുമായ സഭയെ സ്ഥാപിച്ച കർത്താവേ, രോഗികളെ സുഖപ്പെടുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുസഭയെ കളങ്കമേശാത്തവധവാക്കി തീർക്കുവാൻ കാൽവരി ജീവാർപ്പണം ചെയ്ത മിശിഹായി രക്തങ്ങളാൽ പരിപോഷിപ്പിക്കുന്ന ഈ സമൂഹത്തെ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിത്യ സൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ
രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗം നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ മരിക്കുകയും സംസ്കരിക്കുകയും എഴുതപ്പെട്ടതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിതരെയും വിധിക്കുവാൻ അവിടുന്ന് വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലായികവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിലേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാടികന്മാർമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും ജനങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസമായ ഭരണകർത്താക്കളെ സത്യവിശ്വാസത്തിൽ മരിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിഷയുടെ കൃപയാൽ ഈ വിധി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗത്തിൽ കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്ന പറയുന്നു. അങ്ങയുടെ വിശുദ്ധ സ്വീകരണങ്ങളാകുന്നു. ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇടയവരും പാപികളുമായി ഞങ്ങളെ കാര്യത്തിനകത്തായി യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും ദാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ സംരക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വ്യത്യസ്തമായ രസങ്ങൾക്ക് ദാനം ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സ്വന്തമാകുന്നതിന് വേണ്ടി പ്രാർത്ഥന നൽകുന്നു. കണ്ടുകൾ താഴ്ത്തിയ ധർമ്മസ്ഥലത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഈ ലോകത്തോടും ഭക്തിയോടും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടും കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ഗുരുഹാവിൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. Yeah.
ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരികോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിൽ അളവുകൾ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധ അരൂപികളുമായ ക്രൗര്യന്മാരുടെയും ശ്രാവ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ ഇടവക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതിന് അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ തെളിയിക്കുന്നത്. എന്റെ ദൈവീയ ജീവിതം ഞങ്ങളെ വിശ്വാസത്തിലേക്ക് അത് തിരിച്ചു ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടന്നു ശുദ്ധീകരിച്ച് പ്രകാശമായി ശത്രുക്കളെയും രാജ്യത്തിലാക്കി ഞങ്ങൾ ബലഹീനമായി കഴിയുകയും നിസ്സംബന്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾ നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സുഹൃതനും ഭരണാധികാരിയും
തലമുടിയുമായ റോമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതവന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പരീതർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ അങ്ങയുടെ തിരുസന്നിധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാഗസ്മരണം അങ്ങയുടെ അവിടെ സ്വന്തമായി സംജാതമാക്കണം. ജീവിതകാലങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ ഉണ്ടാകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവത്തിനായി ശിവശനയിച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ ധന്യമായും ചെയ്യാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവ ജീവദായകമായ ദരിദ്രരും പരിശുദ്ധ കത്തോലിക്ക സഭ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനും വിശുദ്ധമാർഗം പഠിപ്പിച്ച അന്വേഷണങ്ങളുടെ കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശപരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി കൂടുതൽ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമരക്ഷണമായ ശംസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയ ഭക്തിജനകവും പരിശുദ്ധവും ജീവദായ ദിവ്യമായ രസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ മൂല്യ രക്തതാ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവിക്കും
വാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരത്തിന്റെ പരിശ്രമിച്ചുകൊണ്ടും നമുക്ക് സർവ്വദേവാഗ്രഹത്തോടെ പ്രയോഗം പാപമോചനം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഭക്തദേവങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പും ആത്മാക്കളെ രക്ഷിക്കുകയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാന ഹൃദയങ്ങളെ ശാന്തി പുലർത്തണം. ഞങ്ങളുടെ നാവുകളുടെ നിരസന്ധി പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അത്തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾ സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഞങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശ്വസ്തയായ സഭയെ രാജാക്കന്മാരുടെ രാജാവായ പിതാവിന്റെ പുത്രി ഏകനീയതയാകുന്നു. പ്രിയ സഹോദരരെ, സഭയിൽ സത്യമാക്കിയിരിക്കുന്ന വിഷയയുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വയംഭരത്തിന്റെ സമയമാണ്. നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലും. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം.
ഇതിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ.
ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടെ അങ്ങേ പരിശുദ്ധൻ പാടി സ്തുതിക്കുവാൻ യോഗ്യരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനായ മിശിഹായേ, നിന്റെ അമൂല്യ രക്തദാനങ്ങളെ വിശദീകരിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശുദ്ധ രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിനും നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശദമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാകണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച മിശിഹായെ മനുഷ്യവർഗം മുഴുവനും അവിടെ രക്ഷയുടെ പുതാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനം അവകാശങ്ങളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗം ആണിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാലം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. വാഗ്ദാനം നിറവേറ്റിടുവാൻ നൽകി മാനവരക്ഷയ്ക്കായി ദൈവം തന്നുടെ പ്രിയസുതനെ വാഴ്ത്താമെന്നും തിരുനാമം. തൻ പ്രിയവധുവായി തിരുസഭയെ കൈക്കൊണ്ടവനാം തിരുനാഥൻ വീണ്ടും വന്നു യുഗാന്ത്യത്തിൽ വിണ്ണിൻ വാതിൽ തുറന്നിടും. ഈ ഭവനത്തിൽ ദൈവജനം ദിവ്യസ്തുതികൾ പാടിടുവാൻ നൽവരമേകിയ റൂഹായ്ക്കായി നന്ദിയണയ്ക്കാം വിനയമോടെ. വിധികർത്താവാം മിശിഹാവൻ വലതുവശം തണി ചേർന്നിടുവാൻ ദൈവം കൃപയരുളിയിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരെ വേദികൾക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം ഓർപ്പെടുത്തുന്ന അവരുടെ പുഷ്പകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തൽ രക്താൽ ഞങ്ങളുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തെ മൈനെ മുതൽ പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോസ്നകത്തെ വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവസ്നേഹം അവരെ ലോകത്തിൽ സംരക്ഷിക്കട്ടെ. അവരുടെ
അതിലേക്ക് പലതരത്തിലുള്ള ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് നമ്മുടെ ഇടവക തലത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് കടന്നു വരുന്ന വ്യക്തികളെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുവാനായിട്ടും ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം നൽകിക്കൊണ്ട് അതിന് വേണ്ട തുകകൾ നൽകി ഫണ്ട് റേസിംഗ് വിജയിപ്പിക്കണമെന്നുള്ള കാര്യം ഒരു സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടവകയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ നിശ്ചയമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട വിധത്തിൽ അതിനായിട്ട് പ്രയത്നിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പലരും ഈ ദിവസങ്ങളിൽ കുർബാന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷനും NRSV ഇംഗ്ലീഷ് ബൈബിളും ഒക്കെ ചോദിക്കുകയുണ്ടായി. അങ്ങനെ ആവശ്യമുള്ളവർ വ്യക്തിപരമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് തിങ്കളാഴ്ച വൈകുന്നേരം, നാളെ വൈകുന്നേരം എനിക്ക് അയക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. യേശുവിനെ സഹായിക്കും. Crushing the